അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം അഷ്റഫി കോട്ടക്കലാണ്. എന്റെ പ്രിയ കൂട്ടുകാരൻ. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു. ബാധ്യതകൾ ബാക്കി നിൽക്കുന്നതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം, പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാമുണ്ട് കൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയ മുഹിബീങ്ങളോട്, നിങ്ങളാൽ കഴിയുന്നത് 10 രൂപയാണെങ്കിൽ ആ ഒരു 10 രൂപ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുആ മാത്രമാണ്. ഇൻഷാ അല്ലാഹ് മരിക്കുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുആ ഉണ്ടാവും. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അല്ലാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവിധ ആഫത്ത് മുസീബത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലും ആയുസ്സിലും ജോലിയിലും സമ്പത്തിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് അല്ലാഹു ഏറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദുആ വസിയത്തോടെ അബ്ദുൽ ഹക്കീം അഷ്റഫി അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഗ്രാൻഡ് മുഫ്തി തട്ടിപ്പ്, സുൽത്താനുൽ ഉലമ വെട്ടിപ്പ്. ആദ്യമായി എസ്എസ്എഫിന്റെ വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, പണ്ടത്തെ പോലെ പെട്ടെന്ന് ഓടി വരാൻ ആഫിയത്തില്ലാത്ത ഞാൻ കോഴിക്കോട്ട് നിന്നും ഷൊർണൂരിലേക്ക് ട്രെയിനിന് വന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് കാർ മാർഗം വന്നു. ഇനി മടങ്ങിപ്പോകാനും ഷൊർണൂരിലേക്ക് പോകണം. ഇത്രയും അധികം ബുദ്ധിമുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടായി തോന്നില്ല, എങ്കിലും എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഈ ബുദ്ധിമുട്ട് സഹിച്ച് ഇവിടെ വന്നത് എൻ്റെ ചെറിയ കുട്ടികളെ, എസ്എസ്എഫിന്റെ വിദ്യാർത്ഥികളെ ആലോചിച്ചുകൊണ്ടാണ്. എസ്എസ്എഫ് വിദ്യാർത്ഥികൾ എന്ന് പറയുന്നു പഠിക്കുന്നവരായതുകൊണ്ട്. അതേ സമയത്ത് അവരെല്ലാവരും യുവാക്കളാണ്. യുവാക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്ത് എല്ലാ തുറകളിലും ഭാവിയിൽ പ്രവർത്തിക്കാനുള്ളവർ നിങ്ങളാണ്. നമ്മുടെ ഓരോ മഹല്ലത്തുകളിലും ഭരിക്കേണ്ടവർ നിങ്ങളാണ്. ഇവിടുത്തെ ഖത്തീബുമാരും ഖാദിമാരും ആവേണ്ടവർ നിങ്ങളാണ്. എംഎൽഎമാരും എംപിമാരും പ്രസിഡന്റുമാരും ആകേണ്ടത് നിങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നല്ല ജീവിതമാക്കി വളർത്തി കൊണ്ടുപോകണം. അതിന് എന്താണ് ആവശ്യമുള്ളത് അതെല്ലാം നിങ്ങൾ ചെയ്യുക. അത് എൻ്റെ കുട്ടികളോട്, യുവാക്കളോട് പ്രത്യേകമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം മുസ്ലിംകളാണ്. മുസ്ലിംകളുടെ വാദം ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, അല്ലാഹുവിന്റെ അടുക്കൽ തൃപ്തിപ്പെട്ടതും സ്വീകാര്യയോഗ്യമായതും അത് ഇസ്ലാം ഒന്ന് മാത്രമാണ്. ഇത് നാം വിശ്വസിക്കുന്നതോടൊപ്പം മറ്റ് മതസ്ഥരെ അടിച്ചമർത്താനോ അവരെ ചീത്ത പറയാനോ തെറി പറയാനോ
പരിഹസിക്കാനോ പാടില്ലെന്നാണ് ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചത്. ഇപ്പോൾ തന്നെ സുബ്ഹാനല്ലാഹ് നമ്മുടെ കേരളീയക്കാരിയായ ഒരു സ്ത്രീ യമനിൽ തൂക്കിൽ വരാൻ പോകുന്ന ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ആണ് ഞാൻ ആ വിവരം തന്നെ അറിയുന്നത്. അതിന് മുമ്പ് ഞാനൊന്നും വേണ്ടത്ര അറിയാനും ആലോചിക്കാനും സമയം കിട്ടാറില്ല. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാക്കളായ ഉലമാ യമനിലെ ഹദറമൗത്തിലെ ഉലമാവുമായി ബന്ധപ്പെട്ട് ആ ആലിമീങ്ങളൊന്നായി ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടു. ഇസ്ലാം മതത്തിൽ കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്രമുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ആലിമീങ്ങൾക്കും അറിയാം. ഇബാദത്ത്, ആരാധനാ സംബന്ധമായ പഠനങ്ങളും വിഷയങ്ങളും. രണ്ടാമത്തത് ഇബാദത്ത് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളത് ഒന്ന് മുനാക്കഹാത്ത്, വൈവാഹിക വിഷയം. അത് സംബന്ധമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. മറ്റൊന്ന് മുആമലാത്ത്, ഇടപാടുകൾ. എന്തെല്ലാം കച്ചവടം ചെയ്യാം, എങ്ങനെ ചെയ്യാം എന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. ഇങ്ങനെ 3 വിഷയം കഴിഞ്ഞ് 4-ാമത്തെ വിഷയം ജിനായാത്ത്, ക്രിമിനൽ സംബന്ധമായ നിയമങ്ങൾ ആണ്. നമ്മുടെ കിതാബുകളിൽ നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ നമ്മളത് പുറത്തെടുക്കാത്തതല്ല. ഇവിടുത്തെ ക്രൈം ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് നടത്തുന്നതാണ്. അതിൽ ഇടപെട്ട് ക്രൈമിൽ നമ്മൾ കൂടി കൂടുന്നത് ശരിയല്ല എന്നതുകൊണ്ട് നാം അത് പറയാറില്ല. പക്ഷേ ആ നിയമത്തിൽപ്പെട്ട ഒരു നിയമമാണ് ഒരു വ്യക്തിയെ കൊല്ലപ്പെട്ടാൽ തീരുമാനിച്ചാൽ അത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം അവരുടെ കുടുംബങ്ങൾക്ക് ഉണ്ട്. അത് 2 വിധത്തിൽ മാപ്പ് കൊടുക്കാം. ഒന്നും വാങ്ങാതെ മാപ്പ് കൊടുക്കാം. പ്രതിഫലം വാങ്ങി ദിയത്ത് എന്ന് പറയും. അത് കൊടുത്ത് മാപ്പ് കൊടുക്കുകയും ചെയ്യാം. പരിശുദ്ധ ഇസ്ലാം ഇങ്ങനെ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ വെച്ചിട്ടുണ്ട് എന്നും അതിന് നിയമങ്ങൾ പലതുണ്ട്, നിബന്ധനകളുണ്ട് എന്നും ജനങ്ങളെ അറിയിക്കാനും കൂടി ഇതൊരു ചാൻസ് ആയി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഏതായാലും നമ്മൾ മുസ്ലിം സമുദായം എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ്, വർഗീയം പറയുന്നവരാണ്, പ്രവർത്തിക്കുന്നവരാണ് എന്ന ആരോപണം വെറുതെ നമ്മുടെ മേൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇസ്ലാം മാത്രമാണ് അല്ലാഹുവിന്റെ മതമെന്ന് പറയുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരു മതത്തിൽ നമ്മുടെ നിയമം അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ താഴ്ത്തി നിന്ദിക്കുകയോ ചെയ്യുന്നത്
പാടില്ലെന്നാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇല്ലാത്തവർക്ക് ഒഴിവാക്കാം. സുബ്ഹാനല്ലാഹ്, ഈ സംഭവം തന്നെ ഉണ്ടായപ്പോൾ നല്ലവരായ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്തു. അതിൻ്റെ ഇടയിൽ ചില ആളുകൾ ക്രെഡിറ്റ് സമ്പാദിക്കാൻ വേണ്ടി എന്തൊക്കെ പറഞ്ഞ്, നമ്മൾക്ക് അങ്ങനത്തെ ക്രെഡിറ്റ് ഒന്നും വേണ്ട, അതൊക്കെ അവരെടുത്തോട്ടെ, നമുക്കിവിടെ സുഖമായി ജീവിക്കണം, നമ്മുടെ പള്ളി ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം, നമ്മളെ ദീൻ പഠിപ്പിക്കണം. SSFന്റെ സാഹിത്യോത്സവം പരസ്യമായി സമ്മേളനത്തിൽ നടത്തി പ്രസംഗിക്കണം. അതല്ലാതെ നമുക്കിവിടെ മറ്റാരെയും നിർബന്ധിച്ച് മതപരിവർത്തനം വരുത്തുന്ന പണിയൊന്നും നമ്മൾ ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ തന്നെ ഇവിടുത്തെ MLA രാഹുൽ മാക്കൂട്ടെന്ന നാടിന്റെ പേരായിരിക്കും. അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. അപ്പൊ അദ്ദേഹം നമ്മളെ ആലിമ്യങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നത് എന്താ? അത് ഇവിടെ എത്ര ആളുണ്ട് മുസ്ലിം അല്ലാത്തവർ ഇരിക്കുന്നു. അതിനൊന്നും യാതൊരു തടസ്സവും നമ്മുടെ ഇടയിൽ ഇല്ല എന്ന് നാം മനസ്സിലാക്കി തീർച്ചയായും നാം ഐക്യത്തോടും സന്തോഷത്തോടും കൂടി ഈ രാജ്യത്ത് എല്ലാ നല്ല കാര്യങ്ങളും ഉണ്ടാക്കി തീർക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ നടത്തുന്ന മർക്കത്തു സഖാഫത്തി സുന്നിയ നമ്മുടെ ഉസ്താദുമാർക്ക് ഇവർക്കൊക്കെ അറിയാം. അതിൻ്റെ ശാഖ പോലെ ഇവിടെ അൽ ഹസൻ ഇവിടെ സ്ഥാപനം ഉണ്ട്, ഹസനിയ സ്ഥാപനം. അതുപോലെ നമ്മുടെ എല്ലാ ജില്ലകളിലും, മലപ്പുറം ജില്ലയിലുണ്ട്, തൃശ്ശൂർ ജില്ലയിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, കാസർഗോഡുണ്ട്. അത് തുടർന്ന് ഇപ്പോൾ കൽക്കത്തയിലും മൊറീഷ്യയിലും പഞ്ചാബിലും എല്ലാം ഞങ്ങൾ അതിൻ്റെ ശാഖകൾ തുടങ്ങിയിട്ടുണ്ട്. അവിടെയെല്ലാം ആളുകൾക്ക് മതഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസം നൽകുക, അതാണ് ലക്ഷ്യം. നിങ്ങൾക്ക് വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നു നോക്കിയാൽ കാണാം, പല സ്ഥലങ്ങളിലും ഗ്രാമങ്ങളിൽ ഒരു ABCD എന്ന് പറയുന്ന അക്ഷരം പോലും അറിയാത്ത, ഒരു വസ്തുവും അറിയാത്ത, അള്ളാഹു എന്ന് പറയാൻ അറിയാത്ത, അലിഫ് അറിയാത്ത ധാരാളം പാവപ്പെട്ട ജനങ്ങൾ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം ഇപ്പോൾ നമ്മുടെ പ്രവർത്തനം ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള എല്ലാ ഗവൺമെന്റും ആളുകളും എല്ലാം നമുക്ക് വളരെ സഹകരണമാണ് ചെയ്തു തരുന്നത്. ഇപ്പോ എൻ്റെ സ്വന്തം മർക്കത്ത് സഖാഫത്ത് സുന്നിയയുടെ കീഴിൽ തന്നെ 65,000 കുട്ടികളെ ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, സൗജന്യമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാരണം? വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രമേ ഈ രാജ്യം നിലനിൽക്കുകയുള്ളൂ. ആ കൂട്ടത്തിൽ മുസ്ലിംകളല്ലാത്ത കുട്ടികൾക്കും സൗകര്യം ചെയ്തു കൊടുത്ത് അവരുടെ പഠനം പഠിപ്പിക്കുന്നവരുണ്ട്. ഏതായാലും അങ്ങനെ ഇസ്ലാം ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ഗുണം ചെയ്യുന്നതും ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുന്നവരുമാണ് എന്ന് ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. അതേസമയത്ത് എൻ്റെ SSFന്റെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ജീവിതം സ്വീകരിക്കണം. നിങ്ങൾ നല്ലവരെ കണ്ടുപഠിക്കണം. നല്ലവരായ മഹാന്മാർ നടന്ന് ജീവിച്ച് കാണിച്ചു തന്ന ആ മാർഗം ഒരിക്കലും കൈവിട്ടു പോകാതെ മുറുകെ പിടിക്കണമെന്ന് നിങ്ങളോട് ഞാൻ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ ഇവിടെ ഒരിക്കലും കുഴപ്പം ഉണ്ടാവുകയില്ല. അത് നമ്മളിവിടുന്ന് പുറത്തു പോകേണ്ടി വരില്ല. ഇൻഷാ അല്ലാഹ്, അതിന് സംശയമൊന്നുമില്ല.
അങ്ങനെ നമ്മൾ ഒറ്റക്കെട്ടായി യോജിച്ച് മുന്നോട്ട് പോയാൽ നമ്മൾ ഇവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരില്ല. അതിന് സംശയം വേണ്ട. അങ്ങനെ ചിലർക്ക് ഒരു തോന്നല് മുസ്ലിമീങ്ങളൊക്കെ ഇവിടുന്ന് പുറത്തു പോകേണ്ടി വരും. ഇൻഷാ അല്ലാഹ് അതൊന്നും ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും കുടുംബത്തിലുമെല്ലാം സന്തോഷവും ഐക്യവും റാഹത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതം നന്നായി മുന്നോട്ട് കൊണ്ടുപോകാനും ഇനിയും ഉയർന്ന് പഠിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ചെറിയൊരു കഥ പറയാം. പണ്ട് രണ്ടുപേര് കല്യാണത്തിന് പോയിത്തറ, ജ്യേഷ്ഠനും അനുജനും. അപ്പൊ കല്യാണത്തിന് പോയപ്പോ അവിടെ ഇങ്ങനെ വളമ്പാള ഒരുക്കത്തിലാണ്. അപ്പൊ ജ്യേഷ്ഠൻ ഒന്ന് ചൂടായി, എന്താ പിന്നെ പ്ലേറ്റ് ഒന്നും കൊണ്ടുവരാത്ത, വേഗം പ്ലേറ്റ് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് ചൂടായല്ല. അപ്പൊ അനുജൻ മാത്രം കാക്കാക്ക് ഭയങ്കര ധൃതിയാണ്, എനിക്ക് പ്ലേറ്റ് ഒന്നും വേണ്ട, ഇവിടെ നിലത്ത് തന്നെ വിളമ്പിക്കളിന്ന്. മനസ്സിലാവില്ല പറഞ്ഞത്. മൂപ്പർക്ക് പ്ലേറ്റ് കൊണ്ടുവരാൻ പോലും ഒഴിവില്ലാന്ന്. ഇപ്പൊ എന്തിനാ അത് പറഞ്ഞത്? അവര് നമ്മള് 24 മണിക്കൂറും പിന്നെ നിമിഷപ്രിയയുടെ വിഷയമാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, വേറെ ഒന്നും പറയുന്നില്ല എന്നാണ് ഇപ്പൊ ഗുരുക്കളുടെ പരാതി. സുജൂദിൽ പോലും നമ്മൾ നിമിഷപ്രിയയാണ് പറയുന്നത് എന്നൊക്കെയാണ് തട്ടിവിടുന്നത് നമ്മളെ നൗഷാദ്. അതൊന്ന് കേട്ടോളി, എന്നിട്ട് ബാക്കി വേറൊരു വിഷയം പറയാനുണ്ട്. വേറൊരു വിഷയം ഇപ്പൊ വന്നില്ല. സുജൂദിലൊക്കെ നിമിഷപ്രിയാന്നാണ് ദിക്റ്. ഈ കൗമ് എങ്ങോട്ടാ പോകുന്ന ഒരു പിടുത്തൂല്ല കേട്ടോ. അപ്പൊ നൗഷാദിന്റെ വിഷമം കേട്ടല്ലോ. എന്നാൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഓലിപ്പോ ഏത് ഗ്രൂപ്പിൽ തന്നാലും ഏത് ഗ്രൂപ്പിൽ അവർ വന്നാലും ഇവർക്ക് ആകെ പറയാനുള്ളത് നിമിഷപ്രിയ മാത്രമാണ്. ഇപ്പോൾ അവർക്ക് മറ്റു വിഷയങ്ങളൊന്നും ചർച്ചയില്ല. അവരുടെ ഒരു ഗ്രൂപ്പിൽ ഒരു ചങ്ങാതി, അയാളുടെ പ്രത്യേകത തന്നെ അയാളുടെ പേര് അയാൾ പറയില്ല, അയാളുടെ പിന്നെ നാട് എവിടെയെന്ന് പറയില്ല, അയാൾ എന്താ ഏതാണെന്നൊന്നും പറയില്ല. എന്നാ ഇങ്ങനെ ഓരോ വോയിസുകളും ഓരോ സ്ക്രീൻഷോട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഗ്രൂപ്പുകളിലൂടെ നിറഞ്ഞു നിൽക്കുന്ന ഒരാളുണ്ട്. അപ്പൊ എന്താ അയാളെ വിശേഷിപ്പിക്കാൻ നമുക്കറിയില്ല. ഏതായാലും അയാൾ 2 സ്ക്രീൻഷോട്ടുകൾ ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. അത് വായിച്ചിട്ട് ബാക്കി അപ്പൊ ഒന്ന് കേൾക്കാം. 8 കാലി മമ്മൂഞ്ഞികൾ ആക്ഷൻ കൗൺസിലിലെ ചിലരെ സ്വാധീനിച്ച് കാരന്തൂരിലെ യമൻ എംബസിയിൽ ഇരുന്ന് ഉരുട്ടിയെടുക്കുന്ന കളവുകൾ ഉന്തിക്കൊണ്ടിരിക്കുന്ന വണ്ടുകളാവാൻ വിധിക്കപ്പെട്ട മാധ്യമങ്ങളെയോർത്ത് ദൈക്ഷണിക കേരളം ലജ്ജിക്കുന്നു. എന്താണ് ഓരോ നൊമ്പരം നോക്കാൻ, നിങ്ങൾ ഓരോ പ്രയാസം നോക്കാണ്. ദൈക്ഷണിക കേരളം എന്ന് പറയുമ്പോൾ ഇപ്പൊ ആരാണ്? ഇവിടുത്തെ മാധ്യമപ്രവർത്തകരോ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ മത മേലാധികാരികളോ ഭരണസ്ഥിര കേന്ദ്രങ്ങളോ അതൊന്നും യാതൊരു ദിഷണാബോധവും ഇല്ലാത്തവരാണ്. പിന്നെ ആകെ ഇപ്പൊ ദിഷണയുള്ള ആളുകൾ ആര് മാത്രമാണ്? ഇവര് 4 മൂക്കൊൽച്ചികൾ മാത്രമാണ് എന്നല്ലേ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. അതിൽ പറയുന്നുണ്ട് പിന്നെ കാരന്തൂരിലെ പിന്നെ യമൻ എംബസിന്ന്. കാരന്തൂരിലല്ല കുട്ടിയെ എംബസി വർക്ക് ചെയ്യുന്നത്. ഒരു രാജ്യത്തിന്റെ എംബസി കാരന്തൂരിലോ കോഴിക്കോടോ ഒന്നും അല്ല ഉള്ളത്. അതിരിക്കട്ടെ. അപ്പോ ആ ഒരു പിന്നെ ദേഷ്യം, കലിപ്പ് തന്നെ, കട്ട കലിപ്പിലാണ്. കലിപ്പ് അടങ്ങുന്നില്ല, കുരുവട്ടൂരുകളുടെ കലിപ്പ് അടങ്ങുന്നില്ല. അപ്പൊ എന്നിട്ട് പറയാണ്, ഇത് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരും അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ മേലാധികാരികളും എങ്ങനെ തുടങ്ങിയിട്ടുള്ള പൊതുരംഗത്തുള്ള ആളുകൾക്കൊന്നും ഒരു ദിഷണയുമില്ല. ദിഷണയുണ്ടെങ്കിൽ പിന്നെ ഇതിനനുസരിച്ചിട്ട് പേനയുന്താ നിൽക്കില്ലല്ലോ എന്നാണ്. എന്താണ് അവരെ ഇത്ര ചൊടിപ്പിക്കാനുള്ള കാര്യം നമുക്കറിയാലോ. ഈ വിഷയത്തില് പിന്നെ ഉസ്താദിനെ അനുകൂലിച്ച് എഴുതുകയും പ്രസംഗിക്കുകയും അതുപോലെ തന്നെ വീഡിയോ ചെയ്യുകയും അതുപോലത്തെ അതുമായി അനുബന്ധിച്ചുള്ള അനുമോദനങ്ങൾ അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഇവരെ ഇത്ര വലിയ കലിപ്പിലാക്കിയിട്ടുള്ളത്. എന്നിട്ടും കുറ്റം നമുക്കാണ്, നമ്മൾ നിമിഷപ്രിയ മാത്രം പറയുന്നതെന്ന്. ഇവർ ഏത് സമയം നോക്കിയാൽ ഇപ്പൊ ഇവർക്ക് മറ്റൊരു വിഷയം ഇവർക്ക് ചർച്ച ചെയ്യാനില്ല.
ഇനി മറ്റൊരു സ്ക്രീൻഷോട്ട് നോക്കി, അതിലിങ്ങനെ പറയുന്നത് എന്താണെന്നറിയോ? പൊതുയിടത്ത് ഒരു ക്രെഡിറ്റ് മൂല സൃഷ്ടിച്ച് പുതിയ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാനുള്ള ജുഗുപ്സാവഹമായ നാറിയ കളികളാണ് കാന്തപുരത്തെ മുൻനിർത്തി മകൻ കളിക്കുന്നതെന്ന് തിരിച്ചറിയാൻ മാത്രം കേരളത്തിൽ തന്നെയല്ലേ നിങ്ങളൊക്കെ? എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ അന്വേഷണാത്മക മാധ്യമ സംസ്കാരം? നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നില്ലെങ്കിലും പ്രബുദ്ധ കൈരളി അയാളെ കൗണ്ടർ ചെയ്യുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ആരോടാ ചോദിക്കുന്നത്? ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോടാണ് ഇപ്പൊ ആ ചോദ്യം. രണ്ടാമത്തെ സ്ക്രീൻഷോട്ടിന്റെ ആകത്തുക ഇതാണ്. അതിൽ പറയുന്നത് എന്താണ്? ഒരു എബിസ്ഥാനി ഇപ്പൊ എന്തുവാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ നിമിഷപ്രിയ വിഷയം വന്നപ്പോ എബിസ്ഥാൻ ആരും അറിയില്ലല്ലോ. എബിസ്ഥാനിന് ആരും അറിയില്ല. സുൽത്താനമ്മയെ നാലാൾ അറിയണമെങ്കിൽ എന്താണ്? ഇതിലൂടെ ഒരു പ്രത്യേകമായ ഇമേജ് സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ആ ഇമേജ് സൃഷ്ടിച്ചെടുത്തിട്ട് വേണം ഉസ്താദിനൊന്ന് രംഗപ്രവേശനം ചെയ്ത് നാലാൾ അറിയുന്ന ഒരാളായതിനു ശേഷം വേണം ഉസ്താദിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ. ഇതൊക്കെ ഹക്കീം അസേരി കളിച്ചുകൊണ്ടിരിക്കുന്ന കളികളാണ്. ഇതൊന്നും നിങ്ങൾക്ക് ആർക്കും അറിയുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ഞങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. വല്ലാത്ത ബേജാറന്നെ ഉണ്ട് കുരുവട്ടൂരികളെ. ഇപ്പോ ഇൻ കേസ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് വെക്കുക, അതൊന്നും ചർച്ചയില്ലാത്ത വിഷയമാണ്. അതൊക്കെ അതിന്റെ വഴിക്ക് പറയേണ്ട സ്ഥലത്ത് പറയേണ്ടതുപോലെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് നമ്മുടെ നേതാക്കള്. ഇവിടെ അതൊന്നും വിഷയം. ഇനിയിപ്പോ രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഉണ്ടാക്കണം തന്നെ വെക്കുക. ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ അതിന് സ്വാതന്ത്ര്യമല്ലേ? അതിനിവിടെ സ്വാതന്ത്ര്യമല്ലേ? അതിനെന്തിനാ മാധ്യമപ്രവർത്തകർ പ്രശ്നം ഉണ്ടാക്കണത്? നിങ്ങളെന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്? നിങ്ങൾക്കിപ്പോ ഇനിയിപ്പോ രാഷ്ട്രീയ പാർട്ടി ഇവിടെ ഉണ്ടായാൽ തന്നെ നിങ്ങളെ പാർട്ടിക്ക് തകർത്ത് സംഭവിക്കും വിചാരിച്ചു. നിങ്ങൾ വലിയ പാർട്ടിയാണല്ലോ ഇവിടെ അല്ലേ, വൻ ശക്തികളാണല്ലോ. ഉസ്താദ് ഒരു പാർട്ടി ഉണ്ടാക്കിയാല് അത് നിങ്ങൾക്ക് ഭയങ്കര തിരിച്ചടിയാലോ. നിങ്ങളൊക്കെ വലുപ്പം ഒന്ന് വളർന്നു നോക്കാണ് ചങ്ങായിമാരെ. എന്നിട്ട് ഇവിടുത്തെ കേരളത്തിലെ വളരെ വിദഗ്ധരായ ചാനലിന്റെ ആളുകള്, അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, ദൃശ്യശ്രാവ്യ മാധ്യമ പ്രവർത്തകര്, അവർക്കൊന്നും ഒന്നും തിരിയില്ല, ഇവരൊന്നും ഇതൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നാണ്. മാധ്യമ പ്രവർത്തകരെ പറ്റിയിട്ട് നമുക്കറിയാലോ. അവരെന്തൊക്കെ ഇപ്പൊ ഉസ്താദർക്ക് ഒരിക്കൽ പറഞ്ഞില്ലേ, സ്ത്രീകൾക്ക് പ്രസവിക്കാൻ സ്ത്രീകൾക്കേ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് പ്രസവിക്കാനേ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അതിനെ വളച്ചൊടിച്ച് അതിന്റെ പേരിൽ ഉസ്താദിനെ വാർത്താ സമ്മേളനത്തിനൊക്കെ ചെന്നിട്ട് എളിപ്പിയറായി പോന്ന അങ്ങനെ കുറെ മാധ്യമ പ്രവർത്തകരൊക്കെ ഉണ്ട്. അതിരിക്കട്ടെ. അപ്പൊ ഞാൻ മാധ്യമ പ്രവർത്തകര് അതിന്റെ പേരിൽ മോശമാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ചെറിയ ഒരു വിഷയം കിട്ടിയ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും വിഷയം അങ്ങനെ കിട്ടിയാൽ, അങ്ങനെ തുരുമ്പോ കിട്ടിയാല് അതിൽ പിടിച്ചു തൂങ്ങിയിട്ട് വലിയ ചർച്ചകളും വലിയ നീണ്ട മാരത്തൺ ചർച്ചകൾ തന്നെ നടത്താൻ എപ്പോഴും ഒരുങ്ങിയിരിക്കുന്ന മാധ്യമപ്രവർത്തകർ. അവരിതൊന്നും അറിയുന്നില്ല. അവിടെ ആകെ ഈ വിഷയങ്ങളൊക്കെ അറിയുന്നത് ആരാണ്? ഇവര് ഈ മൂന്നാല് മൂക്കൊളിച്ചുകൾ മാത്രമാണ്. എന്നിട്ട് മാധ്യമപ്രവർത്തകരോട് ആ ക്രൗര്യം, അവരുടെ ദേശത്തിന്റെ ശക്തി ഇങ്ങോട്ട് പ്രകടിപ്പിക്കണം. ആ സ്ക്രീൻഷോട്ടിൽ കാണിക്കുന്നത് ഈ ദേശം അടങ്ങുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് മടക്കി നിർത്താൻ കഴിയുന്നില്ല. അപ്പോൾ വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും സ്റ്റേജിലും പേജിലും ഒക്കെ ഇപ്പൊ ഇവർക്ക് ആകെ പറയാനുള്ളത് ഈ നിമിഷപ്രിയ മാത്രമാണ്. എന്നാലോ നമ്മളെ കുറിച്ച് അവര് ആരോപിക്കുന്നത് നമ്മൾ മാത്രമാണ് നിമിഷപ്രിയ പറയുന്നത്. വല്ലാത്തൊരു കോലം തന്നെ, കലികാലം എന്നല്ലാതെ എന്താ പറയല്ലേ. നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്നും അതെന്താ കേൾക്കാൻ പറ്റില്ല. നിങ്ങളെന്തിനാ പേടിച്ചത്? കൊടുങ്കാറ്റ് വരുമ്പോ കുറുന്തോട്ടിക്ക് എന്തിനാ പേടി വരുന്നത്? ഞാൻ കള്ളനാണെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.